ദിവസം മുമ്പും കൂടി നമ്മൾ ആരും ആലോചിച്ചിട്ടേ ഉണ്ടാവില്ല അല്ലേ, വയനാട്ടിൽ ഇങ്ങനെ ഒരു ഉരുൾപൊട്ടും ഇത്ര അപകടം സംഭവിക്കുന്നു നമ്മൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഫ്രണ്ട്സ്? ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ്? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ്. അപ്പോൾ എങ്ങനെ തുടങ്ങണം എന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. ഈ വീഡിയോ ഇപ്പോൾ എങ്ങനെ തുടങ്ങണം എനിക്ക് അറിയുന്നില്ല. ഇപ്പം നമ്മളെല്ലാവരെയും സങ്കടപ്പെടുത്തിയ ഒരു സംഭവമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മുടെ വയനാട് നമ്മളെല്ലാവരെയും നമ്മളെ വല്ലാതെ ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്, നടുക്കിയിരിക്കുകയാണെന്ന് വേണം പറയാൻ. നടുക്കുന്നൊരു സംഭവമാണ് നമ്മളെ. എന്താ പറയുക, ഒരുപാട് ഈ ഉരുൾപൊട്ടി. നമ്മളാരും വിചാരിച്ചില്ല അല്ലേ, ഇത്ര വലിയൊരു ഒരു ഉരുൾപൊട്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ആരെങ്കിലും വിചാരിച്ചോ? ഒരാഴ്ച മുമ്പ് പോലും നമ്മൾ ആരും വിചാരിച്ചില്ല കേട്ടോ. അത്ര രണ്ട് മാസം മുമ്പൊക്കെ എന്തുമാത്രം ചൂടായിരുന്നു. ഇപ്പം മഴയൊക്കെ തുടങ്ങി ഇതാ വയനാട്ടിൽ ഉരുൾപൊട്ടി എത്രമാത്രം നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്, ജീവനാണ് പോയിരിക്കുന്നത്, എത്ര ഫാമിലിയാണ് മരിച്ചു പോയിരിക്കുന്നത്, എത്രയോ പേരിനെ എടുത്തിട്ട് പോകുന്നതൊക്കെ ന്യൂസിലൊക്കെ കാണുമ്പോൾ എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നടക്കുന്നൊരു സംഭവമാണ് കേട്ടോ നമ്മുടെ വയനാട്ടിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ്മാരൊക്കെ, വയനാട്ടിലുള്ള ഫ്രണ്ട്സ്മാരൊക്കെ സുരക്ഷിതരാണോ? നമ്മുടെ വീഡിയോ കാണുന്നവരും കമൻസ് ചെയ്യുന്നവരും പിന്നെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യാതെ പോകുന്ന ഫ്രണ്ട്സ്മാരും അതുപോലെ ഒരുപാട് ഫാമിലീസ്, നമ്മളറിയാത്ത ഫാമിലീസും അറിയുന്ന ഫാമിലീസ് എല്ലാവരും ഇപ്പോൾ എന്താണ് അവരുടെ അവസ്ഥ, അവർക്കൊക്കെ ഇപ്പോൾ സുരക്ഷിതരാണോ ഒന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, വല്ലാത്തൊരു എന്താ പറയുക, ഇങ്ങനെ ഒരു ഉരുൾപൊട്ടും ഇങ്ങനെ സംഭവിക്കുന്നു ശരിക്കും ആരും ആലോചിച്ചില്ല അല്ലേ. ഒരുപാട് ഇതല്ലേ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾക്ക് പ്രാർത്ഥിക്കുക, അല്ലാതെ നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പം നമ്മളിപ്പോൾ ഓരോ കാഴ്ചകൾ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. നമ്മൾ വല്ലപ്പോഴും ഒക്കെ നമ്മളൊന്ന് പുറത്തിറങ്ങി കാടും മലയൊക്കെ ചുറ്റി നമ്മളെല്ലാം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ നമ്മൾ വാൾപ്പാറ പോയതായിരുന്നു. വാൾപ്പാറ പോയിട്ട് താലിനാർ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളും വെള്ളച്ചാട്ടവും വ്യൂ പോയിൻ്റ് എല്ലാം കാണിച്ചിട്ടൊക്കെ നമ്മൾ കണ്ടു. വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിൽ. അപ്പോൾ താലിനാർ എസ്റ്റേറ്റ്, താലിനാർ ആഗ്രോ എസ്റ്റേറ്റ്, ഇത് പോകുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ വരുമ്പോൾ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോകുമ്പോൾ എല്ലാ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ വരുമ്പോൾ ഞാൻ ആലോചിച്ചു, ശരി ഇനി വേണ്ട, വീഡിയോ ഒക്കെ എടുത്തല്ലോ വിചാരിച്ചതാണ്. പക്ഷെ വരുമ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി, കാരണം അത്ര രസമായിരുന്നു കേട്ടോ കാണാൻ. ഈ മഞ്ഞും ഈ മലകളും മരങ്ങൾക്കിടയിലൂടെയുള്ള ഈ മഞ്ഞും പോകുന്ന വഴിയിലൊരു ക്ലൗഡൊക്കെ മഞ്ഞ് മൂടിയ ഈ ഒരു മരങ്ങൾക്കിടയിലൂടെയുള്ള മഞ്ഞ് എല്ലാം കൂടി കണ്ടിട്ട് ഞാൻ ഒരുപാടൊന്നും വർണ്ണിക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ്. എല്ലാം കണ്ടപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നി, വെള്ളച്ചാട്ടവും എല്ലാം കണ്ടപ്പോൾ കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. പക്ഷേ എന്താ പറയുക, അപ്പം നമുക്ക് അതൊക്കെ ഒരു സന്തോഷമാണ്. വല്ലപ്പോഴൊക്കെ പുറത്തൊക്കെ പോവുക, നമ്മളൊന്ന് എൻജോയ് ചെയ്യുക, എല്ലാം സന്തോഷമാണ്. പക്ഷേ ഇനി കുറച്ച് ദിവസത്തേക്ക് ആരും തന്നെ യാത്രകളൊന്നും പോവാതിരിക്കുന്നതാണ് ബെസ്റ്റ് കേട്ടോ. അതാണ് നമ്മുടെ ഒരു സേഫ് എന്നും കൂടി എനിക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ വയനാട്ടിൽ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ? അപ്പോൾ ഇത്ര വലിയൊരു നടക്കുന്നൊരു സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ എവിടെയും ഇനി ഇതുപോലെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നും കൂടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അപ്പോൾ എന്താ പറയുക, അപ്പോൾ കുറച്ച് ദിവസത്തേക്കൊന്നും നമ്മൾ യാത്രകളൊക്കെ ഒഴിവാക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു സേഫായിട്ട് കൂടിയാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ അതും കൂടി പറയാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ നമ്മുടെ ഈ തലനാർ എസ്റ്റേറ്റിൽ പോയിട്ടുള്ള ഈ കാഴ്ചകൾ. ഇതാ കണ്ടല്ലോ, എന്ത് രസം അറിയോ, മഞ്ഞ്, ആ മരങ്ങൾക്കിടയിലൂടെയുള്ള മരങ്ങളും മഞ്ഞും എല്ലാം കണ്ടപ്പോൾ നമ്മൾക്ക് ഒരു സന്തോഷമല്ലേ, വല്ലപ്പോഴും അല്ലേ. അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ്. പക്ഷേ ഈ ഒരു സമയത്ത് യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമുക്ക് പ്രാർത്ഥിക്കാം ഇനി ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും എവിടെയും ഉരുൾപൊട്ടലൊന്നും എവിടെയും സംഭവിക്കാതിരിക്കട്ടെ എന്നും കൂടി നമുക്ക് പ്രാർത്ഥിക്കണം. എത്ര ഫാമിലീസാണ് മരിച്ചു പോയത്, മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പോകുന്നതൊക്കെ കാണുമ്പോൾ, ന്യൂസിലൊക്കെ കാണുമ്പോൾ നടുങ്ങുകയാണ് കേട്ടോ. മനസ്സൊക്കെ വല്ലാത്ത ഇതാവുകയാണ്. എനിക്ക് എന്ത് പറയണമെന്നൊന്നും അറിയുന്നില്ല ഫ്രണ്ട്സ്. പിന്നെ അപ്പോൾ ഈ നമ്മുടെ ഫ്രണ്ട്സ്മാരൊക്കെ സുരക്ഷിതരാണോ എന്നൊന്നും നമുക്കറിയില്ല. ഞാൻ എന്താ ചെയ്യുക അപ്പോൾ?
അപ്പം നമ്മൾ പോകുമ്പോൾ നല്ല ക്ലൗഡായിരുന്നു കേട്ടോ, നല്ല മഞ്ഞായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് മുൻപിൽ വണ്ടി പോകുന്നത് തന്നെ പോകാൻ തന്നെ പറ്റിയിരുന്നില്ല, നല്ല മഞ്ഞായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കുറേ നേരം വണ്ടിയൊക്കെ നിർത്തി നിർത്തി മെല്ലെയാണ് പോയത്. അപ്പോൾ ഇടയ്ക്ക് ഇറങ്ങി കുറച്ച് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ആ സമയത്താണ് ഒരു അമ്മ അവിടുന്ന് മേലെ ഈ തലിനാർ എസ്റ്റേറ്റിൻ്റെ മുകളിൽ 4 കിലോമീറ്റർ താഴെയാണ്, 4-5 കിലോമീറ്റർ താഴെയാണ് വാൾപ്പാറ കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, മഞ്ഞൊക്കെ കണ്ടല്ലോ, കാണാനൊക്കെ നല്ല രസമാണ്. പക്ഷേ ഇനി കുറച്ച് ദിവസത്തേക്ക് യാത്രകൾ ഒഴിവാക്കുന്നത് നല്ലതാണ് കേട്ടോ. യാത്രകൾ പോകാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ എനിക്ക് ഈ വീഡിയോയിലൂടെ അതുകൂടി ഞാൻ പറയാണ് കേട്ടോ. നമുക്ക് എല്ലാം കാണുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ്. പക്ഷേ എന്താ ചെയ്യുക, നമ്മളെല്ലാവരെയും നടുക്കിയിരിക്കുകയാണ് ഇപ്പോൾ വയനാട്. അവിടെ എത്ര ഫാമിലീസാണ് പോയത്. അവരാരെങ്കിലും വിചാരിച്ചോ അല്ലേ ഈ ഒരു മാസം ഇങ്ങനെ സംഭവിക്കും? ഈ ഒരാഴ്ച മുമ്പ് പോലും ആരും ആലോചിക്കാത്തൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ മഞ്ഞ് കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വണ്ടി നിർത്തി മെല്ലെ മെല്ലെയാണ് പോയത് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ എടുത്ത് മെല്ലെയാണ് നമ്മൾ പോയത്. ഒരുപാട് മഞ്ഞ് മൂടി കേട്ടോ. അപ്പോൾ ഒരു അമ്മ അവിടെ മേലെ 2 ബാഗും തൂക്കി നടന്നു പോവുമായിരുന്നു, ബസ്സൊന്നും കിട്ടുന്നില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് അവരെയും കൂട്ടിയിട്ടോ വണ്ടിയിൽ, നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പാവം കണ്ടപ്പോൾ വിഷമമായി. 2 ബാഗ് കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ മുകളിൽ താഴെ വരെ ഇറങ്ങി പോകണമെന്നാണ് പറഞ്ഞത് കേട്ടോ. വണ്ടിയൊന്നും കിട്ടാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെയും കൂട്ടിയിട്ട് നമ്മളിതാ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ അവരും വന്നു കേട്ടോ, നമ്മുടെ കൂടെ നിന്നിട്ട്. അവർക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ നിന്നിട്ട് അവർ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഒരു യാത്രാ വീഡിയോ ആണ്. തലിനാർ എസ്റ്റേറ്റിൽ പോയിട്ട് തിരിച്ചു പോകുന്ന ഒരു വീഡിയോ ആണ്.